ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിൽ രണ്ടാമതായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലിയോ. അനൗൺസ്മെന്റ് വന്നതു മുതൽ തന്നെ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്പഡ് മൂവി ഓഫ് 2023 എന്ന് പറയാം. അതിന് പ്രധാന കാരണം LCU തന്നെയായിരുന്നു. ചിത്രം LCUലായിരിക്കുമോ അല്ലയോ എന്നുള്ള ചർച്ചകൾ അന്ന് മുതൽ തന്നെ നടന്നിരുന്നു. പോസ്റ്ററുകൾ ഇറങ്ങി തുടങ്ങിയത് മുതൽ അന്ന് പലരും അത് ഡീകോഡ് ചെയ്തെടുക്കാനും ശ്രമിച്ചിരുന്നു. സിനിമ ഇറങ്ങി വലിയ രീതിയിൽ കളക്ട് ചെയ്തെങ്കിലും മിക്സ്ഡ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. 100% ലോകേഷ് പടമായിരിക്കും ഇത് എന്ന് പറഞ്ഞു വന്ന സിനിമ പക്ഷെ 90% ഒരു വിജയ് പടമായാണ് വന്നത്. ഫോർ മീ ഡീസന്റ് ഫസ്റ്റ് ഹാഫും ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫുമായിരുന്നു ലിയോയുടേത്. ചിത്രത്തിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ പ്ലോട്ടിൽ കുറച്ച് വിജയുടെ സ്ഥിര നമ്പറുകൾ കൂടി ആഡ് ചെയ്താൽ ലിയോ ആയി എന്ന് പറയാം. ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ പ്ലോട്ടായിരിക്കും ഇതെന്ന് ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും ഡീകോഡ് ചെയ്ത് എടുത്തതുമായിരുന്നു. ട്രെയിലർ വന്നപ്പോൾ അത് ഒന്നുകൂടി കൺഫേം ആയി. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഈവന്റുകളെല്ലാം തന്നെ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. അവസാനം പാർത്ഥിവൻ തന്നെയാണ് ലിയോ എന്ന് റിവീൽ ചെയ്യുന്ന സീനൊന്നും ഒട്ടും വർക്കായില്ല. ഇതൊക്കെ ഞങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പേ അറിഞ്ഞു എന്ന രീതിയിലാണ് വ്യൂവേഴ്സ് അതിനെ നോക്കിക്കണ്ടത്. സിനിമയിൽ ഒരു വലിയ ട്വിസ്റ്റ് ആയാണ് ഈ ഒരു ഇൻസിഡന്റ് ഡയറക്ടർ കൊണ്ടുവന്നത്. പക്ഷേ സംഭവം പാളിപ്പോയി. ഇനി കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ പാർത്ഥിവൻ എന്ന വിജയ് കഥാപാത്രത്തെ അത്യാവശ്യം നന്നായി ഫസ്റ്റ് ഹാഫിൽ വർക്കാക്കിയെടുക്കാൻ ലോകേഷിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ലിയോയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചത് ലോകേഷ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. സാധാരണ ഫ്ലാഷ് ബാക്ക് സീനുകൾ ലോകേഷ് സിനിമകളിൽ ഉൾപ്പെടുത്താറില്ലായിരുന്നു. എന്നാൽ ഇവിടെ അത് എന്തിന് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെയാണ് സിനിമ ശരിക്കും കൈവിട്ടു പോയത്. ആ ഒരു പോർഷൻ വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ചെയ്ത ഒന്നായി മാത്രം കണ്ടാൽ മതി. അതിനു പകരം ചെറിയൊരു ഗ്ലിംസ് മാത്രം കാണിച്ചിരുന്നെങ്കിൽ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള മിസ്റ്ററി അങ്ങനെ തന്നെ നിന്നേനെ. പിന്നീട് അത് ഫേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന ന്യായീകരണം സംവിധായകൻ എന്ന നിലയിലുള്ള ലോകേഷിന്റെ പരാജയം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇനി വില്ലന്മാരുടെ കഥാപാത്രത്തിലേക്ക് വന്നാൽ മാസ്റ്ററിൽ നല്ല സ്ട്രോങ് വില്ലൻ ക്യാരക്ടർ എഴുതിയുണ്ടാക്കിയ ലോകേഷ് ഇവിടെ അത് ചെയ്തില്ല. സഞ്ജയ് ദത്തും അർജുനും ഒക്കെ ഒന്നും ചെയ്യാനില്ലാത്ത പൊള്ളയായ കഥാപാത്രങ്ങൾ മാത്രമായി മാറി. മലയാളത്തിൽ നിന്ന് കൊണ്ടുവന്ന ബാബു ആന്റണിക്കാണെങ്കിൽ സൈഡിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രമായി മാറി. ഈ നടന്മാരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതിൽ ലോകേഷ് തീർത്തും പരാജയപ്പെട്ടു. വളരെ പെട്ടെന്ന് എഴുതിയുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ലിയോയുടേത് എന്നും കേട്ടിരുന്നു. ഇനി ഫൈറ്റ് സീനിലേക്ക് വന്നാൽ കോഫി ഷോപ്പ് ഫൈറ്റ് സീൻ മാത്രമാണ് മികച്ചിരുന്നത്. ക്ലൈമാക്സിലെ ഫൈറ്റും ലിയോയുടെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന ഫൈറ്റ് സീനും വളരെ ദുർബലമായിരുന്നു. സാധാരണ ഫൈറ്റ് സീനുകളിൽ മികച്ച ക്വാളിറ്റി കണ്ടുവരാറുണ്ട്. അത് ഇവിടെ കൊണ്ടുവരാൻ ലോകേഷിന് സാധിച്ചില്ല. പിന്നെ മറ്റൊരു കല്ലുകൊടിയായത് ഫോഴ്സ്ഡ് LCU കണക്ഷൻ ആയിരുന്നു. ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രമായി നിൽക്കേണ്ട ലിയോയിലേക്ക് LCU കണക്ഷൻ കുത്തിക്കയറ്റിയത് സിനിമയിൽ ഉടനീളം മുളച്ചു നിന്നു. കൈദിയിലെ നെപ്പോളിയന്റെ പോലീസ് കഥാപാത്രത്തെ വെറുതെ കൊണ്ടുവന്ന പോലെയായി. അവസാനം വിക്രമിന്റെ ഫോൺ കോൾ അതിലും കോമഡിയായിരുന്നു. തന്റെ നിലനിൽപ്പിന് വേണ്ടി ടൊബാക്കോ ഫാക്ടറി നശിപ്പിച്ച ലിയോയെ ഡ്രഗ് ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കാൻ തന്റെ സ്ക്വാഡിലേക്ക് ക്ഷണിച്ച ആ ബുദ്ധി ആരും കാണാതെ പോകരുത്. ശരിക്കും വിജയുടെ താരബാധ്യതയും LCUവും വേറെ ചില ഘടകങ്ങളും ലിയോയ്ക്ക് നല്ല പണി തന്നു എന്ന് സാരം. ഇന്റർവെൽ സീക്വൻസ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിലും ഇൻട്രോയും ഹൈനയുമായുള്ള സീനും ചേസ് സീനിൽ ഉപയോഗിച്ച VFXും ആവറേജ് മാത്രമായി നിന്നു. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.